ഈ ഒരു പുഡിംഗ് ഉണ്ടല്ലോ ഉണ്ടാക്കി കഴിക്കുന്നവരെ ഇത്രയ്ക്ക് ടേസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. തീ പോലും കത്തിക്കേണ്ട ഈ ഒരു പുഡിങ്ങിന്. മധുരമൊക്കെ കഴിക്കാൻ ക്രേവിങ്സ് തോന്നുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചോറാണ്. വേവിച്ച് ഏത് അരിയുടെ ചോറായാലും കുഴപ്പമില്ല കേട്ടോ. അതിപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ. പിന്നെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ വേണം. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കറക്റ്റ് ഇതേ മെഷർമെൻറ്റിൽ എടുത്താൽ മതിയേ. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നല്ല സ്മൂത്ത് ആക്കിയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. കറക്റ്റ് ഇതേ മെഷർമെൻറ്റ് എടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ തണുപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം പുറത്തെടുത്തിട്ട് നമുക്ക് കൊക്കോ പൗഡർ കുറച്ചൊന്ന് ചെറിയൊരു ലെയറിൽ കൊടുത്തിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു കാണാനൊരു ലുക്കിന് വേണ്ടി മാത്രം ചെയ്തതാണ്. പിന്നെ നമുക്ക് കുറച്ച് നട്ട്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നട്ട്സൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് പുഡിംഗ് ആണ്. അപ്പോൾ ചോക്ലേറ്റ് ലവേഴ്സ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. സെറ്റ് ചെയ്തെടുക്കാൻ ഒരു കോൺഫ്ലവറോ ജലാറ്റിനോ അതല്ലെങ്കിൽ ചൈന ഗ്രാസോ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നുമില്ല. അപ്പോൾ അടിപൊളിയാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ട്രൈ ചെയ്തവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്